നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വ്യക്തികളും ജ്യോതിഷനെ സമീപിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു ജ്യോതിഷനെ സമീപിക്കേണ്ടി വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞത് വിവാഹ ആലോചനകൾ വരുന്ന സമയത്താണ്. കാരണം വിവാഹ പൊരുത്തം നോക്കുവാനായിട്ട് നിരവധി തവണ ഒരു ജ്യോതിഷനെ കാണുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് 50-ൽ കൂടുതൽ തവണ പൊരുത്തം നോക്കാൻ വന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. ഏറ്റവും അധികം പലപ്പോഴും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ജ്യോതിഷനും വരുന്നയാൾക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓരോ തവണ വരുമ്പോഴും അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകുന്നു, വിവാഹ പൊരുത്തം ഒത്തുവരാത്തതിൻ്റെ പ്രയാസങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു പരിഹാരമുണ്ടാക്കുക എന്ന രീതിയിൽ ഞാൻ ഒരു പാക്കേജ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് തികച്ചും സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരു പുരുഷന് വിവാഹ ആലോചനകൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല, വിശ്വാസമില്ല എന്ന് വരാം. പക്ഷേ ആ സ്ത്രീയുടെ വീട്ടുകാർക്ക് പൊരുത്തം നോക്കിയാലേ മതിയാവും എന്നുണ്ടെങ്കിൽ അതിന് വഴങ്ങേണ്ടി വരും. പലതവണ പൊരുത്തം നോക്കേണ്ട അവസ്ഥ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാകുന്നത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇത് പ്രകാരം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗ്രഹനില അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൻ്റെ കോപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ ജനനത്തീയതി, സമയം, ജാതകത്തിൻ്റെ വിവരങ്ങൾ എൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊരുത്തങ്ങൾ, വിവാഹ പൊരുത്തങ്ങൾ അത് നോക്കി വിശദമായ രീതിയിൽ നിങ്ങൾക്ക് അയച്ചു തരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഇതിനായിട്ട് ഒരു 500 രൂപ ഫീസായിട്ട് ഈടാക്കുന്നുണ്ട്. ഇതിന് ഒരു 6 മാസത്തെ കാലാവധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 6 മാസം വരെ, അഥവാ പരമാവധി 20 പൊരുത്തങ്ങൾ വരെ നോക്കി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു വാട്സപ്പ് നമ്പറിൽ നിന്നാകുമ്പോൾ ആ വാട്സപ്പിൽ നിന്നും ചോദിക്കുന്ന പൊരുത്തങ്ങൾക്കാണ് മറുപടി നൽകുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ നിന്നും ആ വ്യക്തിക്ക് കാണും മറുപടി നൽകുന്നത്. ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ അത് പലർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ സാധ്യമല്ല. ഒരാൾക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒരു 5 പൊരുത്തങ്ങൾ നോക്കുമ്പോൾ വിവാഹം നടന്നുവെങ്കിൽ അതിനി മറ്റൊരാൾക്ക് കൈമാറാം എന്നുള്ളത് സാധ്യമാവുകയില്ല. ആ ആളിൻ്റെ അവിടെ അവസാനിക്കും. അതേപോലെ പരമാവധി 6 മാസമാണ്. 6 മാസമോ 20 പൊരുത്തങ്ങളോ നോക്കുക എന്നുള്ളതാണ് രീതി. 20 പൊരുത്തങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നോക്കണമെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു സൗജന്യമായിട്ട് നൽകുന്ന പ്രക്രിയയല്ല, മറിച്ച് 500 രൂപ ഫീസ് ഈടാക്കി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്കിതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിതിനെ പൂർണ്ണമായിട്ടുള്ള നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ വളരെ വിശദമായ പൊരുത്തം തയ്യാറാക്കി നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരും. എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കും. തീർച്ചയായിട്ടും എങ്ങനെ ഇത് ചേർക്കുവാൻ സാധിക്കും? കാരണം ഇന്ന് പലരും ചെയ്യുന്നത് ഒരു വിവാഹ പൊരുത്തം നോക്കാൻ വന്നാൽ എന്തെല്ലാം കാരണം കൊണ്ട് ചേർക്കാതിരിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തടസ്സങ്ങൾ കാണുവാനാണെങ്കിൽ 100% പൊരുത്തമായിട്ട് ഒരു ജാതകവും ഉണ്ടാവില്ല. എല്ലാത്തിലും എന്തെങ്കിലും തടസ്സങ്ങൾ കാണും. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ ലഘൂകരിച്ച് നമുക്കിത് ചേർക്കാൻ സാധിക്കുന്നതാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യാതൊരു കാരണവശാലും ചേർക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രമാണ് ഞാൻ നോ പറയുന്നത്. എന്തെങ്കിലും സാധ്യതകളുണ്ട് ഇത് അനുകൂലമാക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള മറുപടിയായിരിക്കും ഞാൻ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗപ്രദമാണെന്ന് കരുതുന്നു. ഇതാവശ്യമുള്ളവർക്ക് എൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ബാങ്ക് ഡീറ്റെയിൽസോടൊപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ അക്കൗണ്ടിലേക്ക് 500 രൂപ അയച്ച് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് പൊരുത്തം നോക്കേണ്ട വ്യക്തിയുടെ ജാതകത്തിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് അയച്ചു തരിക. അന്ന് മുതൽ 6 മാസത്തേക്ക് നിങ്ങൾക്ക് പരമാവധി 20 പൊരുത്തങ്ങൾ വരെ നോക്കി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ പിന്നീട് വീണ്ടും ആ രജിസ്ട്രേഷൻ പുതുക്കേണ്ടി വരും. ഇത് പൊരുത്തം നോക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രക്രിയയാണ്. എന്നാലും നിങ്ങൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളോ ചേരാത്ത നക്ഷത്രങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എന്താണ് പാപസാമ്യത്തിലെ പ്രശ്നം മുതലായ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീവല്ലഭോ രക്ഷതു.